നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിണറായി സർക്കാരിന്റെ പുതിയ ബ്രാൻഡ് മദ്യത്തിന് ലാസ്റ്റ് മിനിസ്ട്രി എന്ന പേരിട്ട് ചേർപ്പ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതീകാത്മക പേരിടൽ ചടങ്ങ് നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള MN നായർ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. വല്ലച്ചിറയിൽ വീടിന് നേർക്ക് പന്നിപ്പടക്കം എറിഞ്ഞ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട MDMAയുമായി അറസ്റ്റിൽ. 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെഗളി രാഹുൽ ആണ് വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാരിന്റെ പുതിയ ബ്രാൻഡ് മദ്യത്തിന് ലാസ്റ്റ് മിനിസ്ട്രി എന്ന പേരിട്ട് ചേർപ്പ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതീകാത്മക പേരിടൽ ചടങ്ങ് നടത്തിയത്. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതടക്കമുള്ള മദ്യനയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അവസാന മന്ത്രിസഭ എന്നർത്ഥമുള്ള ലാസ്റ്റ് മിനിസ്ട്രി എന്ന പ്രതീകാത്മക പേരാണ് സർക്കാരിന്റെ പുതിയ ബ്രാൻഡ് മദ്യത്തിന് യൂത്ത് കോൺഗ്രസ് ചാർത്തിയത്. ലാസ്റ്റ് മിനിസ്ട്രി എന്ന് 3 തവണ വിളിച്ച യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത് പ്രതീകാത്മക പേരിടൽ നിർവഹിച്ചു. യൂത്ത് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഇന്നിറങ്ങുന്ന മദ്യത്തിന് ഒരു പേരിറക്കുകയാണ്. അതിന്റെ പേരിൽ ചടങ്ങാണ് ഞങ്ങൾ ഇവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹാസ്യരൂപേണ നമുക്ക് ജനങ്ങളിലേക്ക് ഇതിന്റെ ഗൗരവം എത്തിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ഇന്ന് പുറത്തിറങ്ങുന്ന മദ്യത്തിന് പേര് ഉള്ള ചടങ്ങാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യക്കുപ്പി പേരെടുത്ത കുപ്പി ഞങ്ങൾ ഇടുന്ന പേര് ലാസ്റ്റ് മിനിസ്റ്ററി എന്നാണ് ഞങ്ങളിടുന്ന പേര്. അവസാന മന്ത്രിസഭ എന്ന രീതിയിൽ ഞങ്ങൾ ലാസ്റ്റ് മിനിസ്റ്ററി ഞങ്ങൾ പറയാണ്. ലാസ്റ്റ് മിനിസ്റ്ററി. കേരളത്തിലെ അവസാന ഇടതുപക്ഷ സർക്കാരാകും പിണറായി സർക്കാരെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് പറഞ്ഞു. 9.25 വർഷം തികയുന്ന LDF സർക്കാരിൻ്റെ മദ്യ നയം ഇന്ന് പുതിയൊരു മദ്യം ഇന്ന് വിപണിയിൽ ഇറങ്ങുകയാണ്. പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുക്കുന്ന കാശ് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് പുതിയ വിപണിയിൽ പുതിയ മദ്യം ഇന്ന് ഇറക്കുകയാണ്. ആ മദ്യത്തിൻ്റെ പേര് ഇന്ന് ഇവിടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് ഇവിടെ നിർവഹിച്ചു. ഇന്ന് ഇറങ്ങുന്ന മദ്യത്തിന് ഇന്ന് രാവിലെ മന്ത്രി രാജേഷ് പുറത്തിറക്കുന്ന ആ മദ്യത്തിൻ്റെ പേര് മിന്നൽ മാജിക് എന്നാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പറയുകയാണ്, ഈ 9.25 വർഷം ഈ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ ഈ സർക്കാരിൻ്റെ ഇന്നിറങ്ങുന്ന പുതിയ മദ്യത്തിന് അവസാനത്തെ മിനിസ്ട്രി എന്ന പേരിൽ ലാസ്റ്റ് മിനിസ്ട്രി എന്നാണ് മദ്യത്തിന് ഞങ്ങൾ നൽകുന്ന പേര്. തീർച്ചയായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം ജനങ്ങൾ നൽകുന്ന തിരിച്ചടിയായി അവസാനത്തെ മന്ത്രിസഭയായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറുമെന്ന് ഞങ്ങൾ ഈ വേളയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയ പേരിടൽ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, നീതു മഹേഷ്, ദിൽഷാദ് ഷുക്കൂർ, ജസ്ന ഷിഹാബ്, ഷമീർ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചേർപ്പ് CDSലെ ഭരണസമിതി അംഗമായി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഖി സുരേഷ് എന്ന ഞാൻ കുടുംബശ്രീ CDS ബൈലോ അനുശാസിക്കുന്ന പ്രകാരം പ്രവർത്തിച്ചു കൊള്ളാമെന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങൾക്ക് CDS ബൈലോ പ്രകാരം സർവദാ അർഹയാണെന്നും
എൻ്റെ അറിവിലും ബോധ്യത്തിലും ഉത്തമ വിശ്വാസത്തിലും സത്യപ്രസ്താവന ചെയ്യുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ചെയർപേഴ്സൺ രാഖി സുരേഷിനും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, വൈസ് ചെയർപേഴ്സൺ സുലജ സദനും പൊന്നാടി അണിയിച്ചു. ചെയർപേഴ്സൺ രാഖി സുരേഷിന് തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ സെറിൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് ചെയർപേഴ്സൺ സുലജ സദന ചെയർപേഴ്സൺ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും മറ്റ് CDS അംഗങ്ങൾക്ക് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ ചേർന്ന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് ജൂനിയർ സെക്രട്ടറി സിന്ധു, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, മുൻ CDS അംഗങ്ങൾ, കുടുംബശ്രീ അക്കൌണ്ടന്റ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള MN നായർ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ കായിക കുതിപ്പിന് കരുത്തേകാനാണ് മിനി സ്റ്റേഡിയം നവീകരിക്കുന്നത്. KK രാമചന്ദ്രൻ MLA നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് അപ്പോൾ എത്ര നാളായി? 14/10/2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസത്തിനുള്ളിൽ നമുക്കിത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. പണം അനുവദിച്ചെങ്കിലും ബഡ്ജറ്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ മെയ്യിലാണ്, മാർച്ചിലല്ല വന്ന ബഡ്ജറ്റ്, കഴിഞ്ഞ മാർച്ചിൽ ബഡ്ജറ്റിൽ വെച്ചാണ്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നടപടികൾ ഇവർ ചെയ്യുന്നുണ്ട്. കായിക വകുപ്പ് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, അതിൻ്റെ നടപടിക്രമങ്ങൾ, പിന്നെ അവിടെ കൊടുക്കൽ, അങ്ങനെയാണ് AS കിട്ടുക. അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. AS കിട്ടി, പിന്നെ ടെൻഡർ ചെയ്തു. ടെൻഡർ ഏത് മാസത്തിലാണ് ചെയ്തിട്ടുണ്ടാവുക? വേണം, നാളെ നീക്കിയിട്ട് പോകാം. ഒരു മിനിറ്റ്. കായിക വകുപ്പ് ചെയ്തിട്ടുണ്ട്. കരാറുകാരനവരോട് ഇപ്പോൾ ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ പോകണം. വളരെ വേഗതയിൽ ഇത് പൂർത്തീകരിക്കണം. ഇത് മാത്രമാണ് ഇപ്പോൾ പറയുള്ളൂ. കിണറിൻ്റെ കാര്യം നമുക്ക് കിണർ കുത്തേണ്ടത് ആവശ്യം തന്നെയാണ്. വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്. കളിക്കുന്നിടത്ത് പ്രത്യേകിച്ച്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ കിണറ്റിൽ പോയിട്ട് പാട്ടിട്ട് ഒരു പാട്ട വെള്ളം വരെ കുടിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് വെള്ളത്തിന് നല്ല മധുരമായിരുന്നു. അതുപോലെയല്ല, ആ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാവാൻ വേണമെങ്കിൽ. പിന്നെ അതല്ല, ഇങ്ങനെ ആ പാട്ടയിൽ നിന്ന് ഒരു പാട്ട വരെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ പ്രത്യേകിച്ച് കിണറെ കുത്തി ഉണ്ടാക്കാൻ പഞ്ചായത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട്. അതിന് പ്രശ്നമില്ല. അപ്പോൾ അടുത്ത കമ്മിറ്റിൻ്റെ തീരുമാനത്ത് മഴയ്ക്ക് മുമ്പ് കിണറുണ്ടായിരിക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ മുഖ്യാതിഥിയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയ സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ശൈലേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിൽസൺ പിടിയത്ത്, ബിന്ദു കൃഷ്ണൻകുട്ടി, സുജിത, സജിത, വിശ്വൻ, രശ്മി, സരോജിനി, ബെന്നി തെക്കിനിയത്ത്, ജയരാജ്, ജ്യോതി, കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറയിൽ വീടിന് നേർക്ക് പന്നിപ്പടക്കമെറിഞ്ഞ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട MDMAയുമായി അറസ്റ്റിൽ. 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെകിളി രാഹുലാണ് വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 16-ന് ഞായറാഴ്ച പുലർച്ചെ 1:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. വല്ലച്ചിറ സ്വദേശിനിയായ സുനിധിയുടെ വീടിന് നേരെയാണ് വെകിളി രാഹുലും സംഘവും പന്നിപ്പടക്കമെറിഞ്ഞത്. സുനിധിയുടെ മകൻ ശരത്ത് പ്രതികളുടെ കാർ തല്ലിപ്പൊളിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യമായായിരുന്നു ആക്രമണം നടത്തിയത്. സ്ഫോടക വസ്തു എറിഞ്ഞുള്ള പ്രതികളുടെ ആക്രമണത്തിൽ സുനിധിയുടെ വീടിന്റെ മുൻവാതിൽ തകർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി വെകിളി രാഹുലിനെ പിടികൂടാൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചില സാമൂഹ്യവിരുദ്ധ കേന്ദ്രങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ വേഷപ്രച്ഛന്നരായി നടത്തിയ നീക്കമാണ് പ്രതി പിടിയിലാകാൻ കാരണമായത്. ശനിയാഴ്ച മുല്ലക്കരയിലെ വീട്ടിൽ നിന്നാണ് രാഹുൽ പിടിയിലായത്. അറസ്റ്റിലാകുമ്പോൾ വെകിളി രാഹുലിന്റെ പക്കൽ നിന്ന് MDMAയും പന്നിപ്പടക്കമെറിയുന്ന സമയത്ത് ഉപയോഗിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു. കേസിൽ മുഖ്യപ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമാണ് മുല്ലക്കര സ്വദേശി ചെമ്പകപ്പുള്ളി വീട്ടിൽ രാഹുൽ. വെകിളി രാഹുൽ എന്നറിയപ്പെടുന്ന രാഹുൽ തൃശൂർ ഈസ്റ്റ്, പുതുക്കാട്, നെടുപുഴ, കോങ്ങാട്, മണ്ണുത്തി, വലപ്പാട്, തൃശൂർ കൺട്രോൾ റൂം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമം, 5 കവർച്ച, 4 മയക്കുമരുന്ന് എന്നീ കേസുകളടക്കം 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൂടാതെ കാപ്പ പ്രകാരം നാടുകടത്തിയിട്ടുള്ള പ്രതിയുമാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ഗ്രേഡ് SIമാരുമായ സതീശൻ വടപ്പാട്ടിൽ, ജയകൃഷ്ണൻ, PM മൂസ, TR ഷൈൻ, ഗ്രേഡ് ASI AU റെജി, ES ജീവൻ, ഷിജോ തോമസ്, സീനിയർ CPOമാരായ സോണി, കൃഷ്ണദാസ്, CPO ശ്രീജിത്ത്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, SI KS സുബിന്ദ്, പ്രൊബേഷൻ SI സഞ്ജയ്, ഗ്രേഡ് ASI ആരിഫ്, സീനിയർ CPOമാരായ സിന്ധി, സന്ദീപ്, CPOമാരായ പ്രതുൽ, പ്രിയൻ, അജിത്ത്, വിനീഷ്, അന്തിക്കാട് പ്രൊബേഷൻ SI അനുജോസ്, CPO സബിത്ത്, ബാബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കരുവന്നൂർ പനംകുളം 93-ാം നമ്പർ ഉഷസ് അംഗനവാടി വാർഷികം ആഘോഷിച്ചു. കുട്ടികളുടെയും പ്രദേശവാസികളുടെയും വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. നിങ്ങൾ 12ാം വാർഡിലെ ഭയങ്കര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരാണ്. 2 അംഗൻവാടികൾ ഇവിടെയുണ്ട്. ഇവിടെ സിദ്ധാർത്ഥ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ അംഗൻവാടിയിലേക്ക് വരാണ്. 5 വയസ്സ് വരെ അല്ലെങ്കിൽ 4-4.5 വയസ്സ് വരെ കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരാണ്. ആദ്യത്തെ കുട്ടികളുടെ സ്കൂള് വീടാണെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ പരിചരിക്കുന്നത് അംഗൻവാടി ടീച്ചേഴ്സാണ്. പക്ഷെ അവർക്ക് ഇന്ന് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അത് എല്ലാ സ്ഥലത്തും പോയാലും ടീച്ചർമാരുടെ പരാതിയാണ്. പക്ഷെ അത് നമ്മൾ ചേർപ്പ് പഞ്ചായത്ത് അത് മുഖവിലക്കെടുത്ത് അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ ഗവൺമെന്റിനോട് അതൊരു വലിയ ശുപാർശയായിട്ട് പറയും. നമുക്ക് കിട്ടേണ്ട വേതനം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ആളുകൾക്ക് കിട്ടണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് അനുയോജ്യമായ ഒരു കെട്ടിടം, സ്വന്തമായ സ്ഥലം, അതിന് ഭൗതിക സൗകര്യങ്ങൾ പകർന്നു കൊടുക്കലാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ദൗത്യം. ഇവിടെ ഏറെക്കുറൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അംഗൻവാടിയിലേക്ക്. ഈ വാർഡിലെ 2 അംഗൻവാടിയും സിദ്ധാർത്ഥനോടൊപ്പം സന്ദർശിച്ചിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ അവിടെ വനിതകൾക്ക് വേണ്ടി സൗകര്യപ്രദമാണെങ്കിൽ ഒരു ആരോഗ്യ പരിപാലനത്തിന് അല്ലെങ്കിൽ യോഗ ചെയ്യാനുള്ള സൗകര്യം തയ്യാറാക്കിയ വേണ്ടിയിട്ടാണ് വന്നത്. വാർഡംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. നമ്മുടെ അംഗൻവാടിയുടെ വാർഷിക ദിനമാണ്. കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു അബൂബക്കറും ഗിരീഷും, അതുപോലെ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹേമ, അങ്ങനെ കുറേ പേരുണ്ട് ടീച്ചർമാരും. അപ്പോൾ അതിൻ്റെ ഒരു അവസാന പരിസമാപ്തിയിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ഇവർ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം അംഗൻവാടി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. കാരണം കൊച്ചുകുട്ടികളെ നോക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ അംഗൻവാടിക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ, കുറേ പണിയൊക്കെ നടക്കും എന്നാണ് സാധാരണ അല്ലേ ചേച്ചിമാരൊക്കെ പറയാ. പക്ഷെ ഇവരുടെ ഒരു എഫർട്ട് വളരെ വലുതാണ്. അതുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അംഗൻവാടി ഹെൽപ്പർ TV രതിക, CDPO സൂപ്പർവൈസർമാർ, 14ാം വാർഡ് മെമ്പർ ശരണ്യ എന്നിവർ സംസാരിച്ചു. ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളും പ്രദേശവാസികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ സമർപ്പണം നടത്തി. CC മുകുന്ദൻ MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 18 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA പുതിയ വായനശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KS നിഖിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനൽകുമാർ, തൃശൂർ ജില്ലാ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PA വോഗീസ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി CPM-ലെ PV സുബ്രഹ്മണ്യൻ, CPI-ലെ അനിൽകുമാർ, കോൺഗ്രസിലെ KR ചന്ദ്രൻ, BJP-യിലെ ബിനുരാജ് പന്നിപ്പുലത്ത്, പള്ളിപ്പുറം ALP സ്കൂൾ പ്രധാനാധ്യാപിക ഷെജി, സാന്ത്വനം കൂട്ടായ്മ സെക്രട്ടറി KS അജയൻ, വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ് നിർമ്മാണം ആരംഭിച്ചു. പഞ്ചായത്തിലെ 13ാം വാർഡിൽപ്പെടുന്നതാണ് ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ്. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ വീട്ടിലേക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ അരികിൽ താമസിക്കുന്ന ഇവിടുത്തെ 2-3 പേര് വീട്ടിൽ വരെ ഉണ്ടായി. കുറേയേറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അവർ അപ്പുറത്തെ റോഡ് നന്നാക്കി, ഇപ്പുറത്തെ റോഡ് നന്നാക്കി, ഞങ്ങളുടെ മാത്രം ശരിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് നന്നാക്കി അത്രയും കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അത്രയും കഴിഞ്ഞല്ലോ, നമ്മുടെ നന്നാക്കല്ലേ വേണ്ടോ, നമുക്കത് പരിഹരിക്കാം എന്ന രീതിയിൽ പറയുകയും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മനോജായിട്ട് സംസാരിക്കുകയും
മനോജ് അത് നമുക്കത് ചെയ്യേണ്ടത് റോഡ് തന്നെയാണ്, നമുക്കത് ചെയ്യാം എന്ന രീതിയിൽ അന്ന് മറുപടി നൽകുകയും അതെന്നാൽ മനോജനോട് പറഞ്ഞു, അതിനടിസ്ഥാനപ്പെടുത്തി ആ റോഡിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിങ്ങൾ MLA ഓഫീസിൽ കൊടുക്കൂ, നമുക്കത് അനുമതി നൽകാം എന്ന് പറയുകയും അങ്ങനെ മനോജ് കറക്റ്റ് ടൈമിൽ തന്നെ അതിൻ്റെ NOC മറ്റേ ഇവിടുന്ന് തീരുമാനമെടുത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവിടെ എത്തിച്ചിരുന്നു. ഇത് മനോജ് സ്പെഷ്യൽ ഫണ്ടല്ലേ? എത്ര എമൗണ്ട്? അപ്പോൾ തന്നെ കൊടുത്തിരുന്നു. പിന്നെ അത് ടെൻഡർ ഇട്ടിട്ട് ആളില്ലാത്തൊരു പ്രശ്നം വന്നുകൊണ്ടില്ലേ ആദ്യ റൗണ്ടിൽ? എത്രാമത്തെ ടെൻഡർ അത്? രണ്ടാമത്തേൽ. ആദ്യത്തെ ടെൻഡർ ഇട്ടു. അപ്പോൾ നമ്മളത് പൈസ അനുവദിക്കുക പറഞ്ഞാൽ എസ്റ്റിമേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൈസ അനുവദിക്കുക. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ മുഖ്യാതിഥിയായി. വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചൊവ്വാഴ്ച തൊട്ട് ഈ പണി തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തുള്ളവർ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെന്നും എന്നെ വിളിക്കുകയും എന്നാണ് ഈ റോഡ് പണിയുക എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. ഇതിന് ബന്ധപ്പെട്ട് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റോഡ് ഇത്രയും നല്ല രീതിയിൽ. വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് വല്ലച്ചിറ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രമായ വെങ്ങടിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം തുടങ്ങി. അമ്മമാർക്കായാണ് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചത്. CC മുകുന്ദൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി അധ്യക്ഷനായി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ മുഖ്യാതിഥിയായി. AM വക്കച്ചൻ, ബിന്ദു കിഷോർ, വോഗി സക്കര എന്നിവർ സംസാരിച്ചു. പ്രായപരിധി ഒഴിവാക്കി 44 അമ്മമാർക്കാണ് അഡാപ്റ്റ് സൊസൈറ്റിയിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നത്. ദേശീയ ഹരിതസേനയുടെ ഗ്രീൻ ടീച്ചർ അവാർഡ് സമർപ്പണം തൃശൂരിൽ നടന്നു. ചേർപ്പ് സീനിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ PS റോഷ് അവാർഡ് ഏറ്റുവാങ്ങി. ദേശീയ ഹരിതസേനയുടെ പരിസ്ഥിതി ബോധവൽക്കരണം, സംരക്ഷണം എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അധ്യാപകർക്കുള്ളതാണ് ഗ്രീൻ ടീച്ചർ അവാർഡ്. തൃശൂർ സെന്റ് മേരീസ് കോളേജിലായിരുന്നു അവാർഡ് സമർപ്പണം നടന്നത്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ മീന K ചെറുവത്തൂർ അവാർഡ് വിതരണം നിർവഹിച്ചു. PJ ബിജു, NJ ജെയിംസ്, ഡോക്ടർ ഡാലിയ ഡൊമിനിക്, ജോഷി ഡി കൊള്ളന്നൂർ, മിനി ആൻഡോ, അനിമേഷ് സേവ്യർ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം യാഥാർത്ഥ്യമായി. CC മുകുന്ദൻ MLAയുടെ 1 കോടി രൂപയുടെ ആസ്തി വികസന ഫണ്ടാണ് നിർമ്മാണ ചെലവ്. പുതിയ അക്കാദമിക് ബ്ലോക്ക് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പൊലിയേടത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി, AV ശ്രീവത്സൻ, സിദ്ധാർത്ഥൻ കളത്തിൽ, ശാലിനി സന്ദീപ്, CL ജോബി, ബിജു അണ്ടേഴത്ത്, AB സ്വാഗത്, റഹ്മത്ത് ഷമീർ, സെക്രട്ടറി O ശോഭ, രമേശ് കേശവൻ, BPC ഡോക്ടർ ഉമാദേവി, MK സതീശൻ, KV രാജേഷ്, KB രാജീവ്, രാഗി പ്രദീപ്, ദിലീപ് കുമാർ, TK മാധവൻ, ജൂലി ജോസഫ്, ഷാഹുൽ അന്തിക്കാട്, രാംകുമാർ കാട്ടാനിൽ, K റിനി ജോസ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കുമ്പളയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പെരിഞ്ഞനം സ്വദേശി അനീസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം കൂരിക്കുഴി ആശേരിക്കയറ്റം സ്വദേശി പണിക്ക വീട്ടിൽ ഡുഡു എന്ന ഇജാസ്, കരുവന്നൂർ സ്വദേശി നെടുമ്പുരക്കൽ വീട്ടിൽ നിയാസ്, പൊറത്തിശ്ശേരി സ്വദേശി പുരയാറ്റുപറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്കുശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസിൽ കരുവന്നൂർ പൊറത്തിശ്ശേരി സ്വദേശികളായ നെടുമ്പുരക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ 29 വയസ്സുള്ള സുധിൻ എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ 17 ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞനം സ്വദേശി അനീസിനെ പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. സാമ്പത്തിക തർക്കത്തിന് പിന്നാലെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം അനീസിന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. തടയാൻ ശ്രമിച്ച സുഹൃത്ത് കൃഷ്ണ തേജസിനെയും പ്രതികൾ മർദ്ദിച്ചു. സംഭവത്തിനു ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ഇവർ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞ് കാസർഗോഡേക്ക് കടന്നു. തുടർന്ന് കുമ്പളയിലെ ഒരു വീടിന്റെ ടെറസിന് മുകളിൽ ഒളിച്ചു കഴിയുകയായിരുന്ന പ്രതികളെ സാഹസികമായാണ് പോലീസ് സംഘം കീഴ്പ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതികളിൽ ഇജാസ് മണ്ണുത്തിയിലെ വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയും കാപ്പ നിയമപ്രകാരം നടപടി നേരിടേണ്ടയാളുമാണ്. കൂടാതെ വിവിധ സ്റ്റേഷനുകളിലായി 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്.
പ്രതി നിയാസ് ഇരിങ്ങാലക്കുട ചേർപ്പ് പോലീസ് സ്റ്റേഷനുകളിലായി 7 ക്രിമിനൽ കേസുകളിലും കാപ്പ പ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയുമാണ്. മറ്റൊരു പ്രതി ഗോകുൽ കൃഷ്ണ ഇരിങ്ങാലക്കുട ചേർപ്പ് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ ഗ്രേഡ് SI CR പ്രദീപ്, ഗ്രേഡ് ASI ലിജു ഇയാനി, ഗ്രേഡ് സീനിയർ CPO CK ബിജു, CPO സുർജിത്ത് സാഗർ, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സീനിയർ CPOമാരായ സുനിൽ കുമാർ, ഡെൻസ്മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച 26-കാരന് 41 വർഷം കഠിന തടവും 1,60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി പടിക്ക വീട്ടിൽ ഫസലാണ് ശിക്ഷിക്കപ്പെട്ടത്. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2023 ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത്. വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച ഇൻസ്റ്റാഗ്രാം മുഖേന സന്ദേശങ്ങൾ അയച്ചും പിന്തുടർന്ന് സ്നേഹം നടിച്ച് പ്രലോഭിപ്പിക്കുകയുമായിരുന്നു. പല ദിവസങ്ങളിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. 41 വർഷം കഠിന തടവിനൊപ്പം പ്രതി 1,60,000 രൂപ പിഴയടയ്ക്കുകയും വേണം. പിഴയടച്ചില്ലെങ്കിൽ 16 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. വാടാനപ്പള്ളി SI ആയിരുന്ന K അജിത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് SHOമാരായ MAS സാബുജി, BSB ബിനു എന്നിവർ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ASI PS സുജിത് കുമാർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി 20 സാക്ഷികളെ വിസ്തരിക്കുകയും 32 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും ഗ്രേഡ് സീനിയർ CPOയുമായ MR സിന്ധു കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ചേർപ്പ് സ്വദേശി തെക്കിനിയടുത്ത് വീട്ടിൽ TR ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടത്തി. രുക്മിണിയാണ് ഭാര്യ. മിഥുൻ, മിനു എന്നിവർ മക്കളാണ്. ചൊവ്വൂർ സ്വദേശി ആലപ്പാടൻ വീട്ടിൽ പൗലോസ് മകൻ തോമസ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മേരിയാണ് ഭാര്യ. ഹെൻറി, ഷീല, ആനി, ജോസ്, ഫ്രാൻസിസ്, ഡിക്സൺ എന്നിവർ മക്കളും മിനി, പരേതനായ ജെയിംസ്, ഫ്രാൻസിസ്, സിബി, സുജ, സിബി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിണറായി സർക്കാരിന്റെ പുതിയ ബ്രാൻഡ് മദ്യത്തിന് ലാസ്റ്റ് മിനിസ്ട്രി എന്ന പേരിട്ട് ചേർപ്പ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതീകാത്മക പേരിടൽ ചടങ്ങ് നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള MN നായർ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. വല്ലച്ചിറയിൽ വീടിന് നേർക്ക് പന്നിപ്പടക്കമെറിഞ്ഞ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട MDMAയുമായി അറസ്റ്റിൽ. 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെഗളി രാഹുൽ ആണ് വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.